അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുജൂദിലേക്ക് പോകുമ്പോൾ കൈയാണോ കാൽമുട്ടാണോ ആദ്യം നിലത്ത് വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകൾ എന്തൊക്കെയാണ്? അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ അഹദുകും ഫല്യള യദൈഹി ഖബ്ല റുക്ബതൈഹി. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പ്രകാരം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സുജൂദ് ചെയ്താൽ മുട്ട് വെക്കുന്നതിന് മുമ്പ് രണ്ട് കൈകൾ നിലത്ത് വെക്കുക. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ സുജൂദ് ചെയ്യരുത്. മറ്റൊരു ഹദീസ് പ്രകാരം റവാഇൽ ഇബ്നു ഹജർ ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ വളഅ റുക്ബതൈഹി ഖബ്ല യദൈഹി വഇദാ നഹല റഫഅ യദൈഹി ഖബ്ല റുക്ബതൈഹി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ കൈകൾ വെക്കുന്നതിന് മുമ്പ് രണ്ട് മുട്ട് നിലത്ത് വെച്ചിരുന്നു. അപ്രകാരം സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ മുട്ട് ഉയരുന്നതിന് മുമ്പ് രണ്ട് കൈകൾ ഉയർത്തിയിരുന്നു എന്ന് കാണാവുന്നതാണ്. അബൂദാവൂദ്, നസായി, തിർമിദി എല്ലാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖാലൽ ഖത്താബി ഹദാ അസഹ് മിൻ ഹദീസ് അബീ ഹുറൈറ. അബൂ ഹുറൈറയിൽ നിന്ന് മുകളിൽ പറഞ്ഞ കൈയാണ് മുട്ടിനേക്കാൾ മുമ്പ് വെക്കേണ്ടത് എന്ന് പറഞ്ഞ ഹദീസിനേക്കാൾ ഏറ്റവും സ്വീകാര്യമായ ഹദീസ് മുട്ടാണ് കയ്യിനേക്കാൾ വെക്കേണ്ടത് എന്ന് പറയുന്ന വാഇൽ ഇബ്നു ഹജറിൽ നിന്ന് വന്ന ഈ ഹദീസാണെന്ന് ഖത്താബി പറയുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. اختلف العلماء في هيئة النزول إلى السجود أهي على اليدين أم أهي على الركبتين. ومذهب أبي حنيفة والشافعي وأحمد في إحدى الروايتين أن المصلي يقدم ركبتيه قبل يديه، بل نسبه الترمذي إلى أكثر أهل العلم وقال في سننه والعمل عليه عند أكثر أهل العلم. പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ, ഷാഫി, അതുപോലെ അഹ്മദ് എന്നവരുടെ ഒരു റിപ്പോർട്ട് പ്രകാരവും നിസ്കരിക്കുന്നവർ കൈ നിലത്ത് വെക്കുന്നതിനേക്കാൾ കാൽമുട്ടാണ് ആദ്യം നിലത്ത് വെക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇമാം തിർമിദിയാവട്ടെ ഇതിനെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. അഥവാ കൂടുതൽ പണ്ഡിതന്മാരും കാൽമുട്ടാണ് ആദ്യം വെക്കേണ്ടത് എന്നുള്ളതിലേക്ക് സൂചന നൽകുന്നുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. അതുപോലെ വമിമ്മൻ ഇഖ്താറ തഖ്ദീമ റുക്ബതൈൻ അലൽ യദൈൻ ഫി നുസൂൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വതിൽമീദു ഇബ്നുൽ ഖയ്യിം. കാൽമുട്ടാണ് ആദ്യം നിലത്ത് വെക്കേണ്ടത് എന്നതിനെ തെരഞ്ഞെടുത്ത പണ്ഡിതന്മാരുടെ ഗണത്തിൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കാണാം. അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമിനെ കാണാം. അതുപോലെ ആധുനിക പണ്ഡിതനായ വമിനൽ ഉലമാ അൽ മുഅസ്സിരീൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് വശൈഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീനും മുഹമ്മദ് ഇബ്നു സാലിഹ് ഉസൈമീനും അബ്ദുൽ അസീസ് ഇബ്നു ബാസും കാൽമുട്ടാണ് കൈയിനേക്കാൾ മുമ്പ് സുജൂദിൽ പോകുമ്പോൾ നിലത്ത് വെക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ മാലിക്കിനെ പോലുള്ള ഔസായിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ആദ്യം കൈകളാണ് കാൽമുട്ടിനേക്കാൾ മുമ്പേ വെക്കേണ്ടത് എന്ന അഭിപ്രായം പറയുന്നവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. وقد ذكر شيخ الإسلام كلاما نفيسا فيما يتعلق بهذه المسألة في الفتاوى فقال أما الصلاة بكليهما فجائزة باتفاق العلماء. അദ്ദേഹം അഭിപ്രായപ്പെടുന്നു, കാൽമുട്ട് വെച്ചാലും കൈമുട്ട് വെച്ചാലും നിസ്കാരം സ്വീകാര്യമാണ്, അത് അനുവദനീയമാണ്. ഇൻഷാ അൽ മുസല്ലി യളഉ റക്ബതൈഹി ഖബ്ല യദൈഹി വഇൻഷാ വളഅ യദൈഹി ثم ركبتيه وصلاته صحيحة في الحالتين باتفاق العلماء ولكن تنازعوا في الأفضل. അദ്ദേഹം പറയുന്നത് കാൽമുട്ട് വെച്ചാലും കൈ ആദ്യം വെച്ചാലും രണ്ടും സ്വീകാര്യമാണ്, നിസ്കാരം സ്വഹീയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്നുള്ളതിലാണ് അഭിപ്രായ ഭിന്നത. അദ്ദേഹം തെരഞ്ഞെടുത്ത അഭിപ്രായം കാൽമുട്ട് ആദ്യം വെക്കുക കൈയിനേക്കാൾ മുമ്പ് എന്നുള്ള അഭിപ്രായമാണ്.